ഹേ ഗായ്സ്, അങ്ങനെ ഞാനും ആ ഡെസേർട്ട് ഉണ്ടാക്കി കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഡെസേർട്ടാണ് കേട്ടോ അത്. ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നെയ്യിലിട്ട് നന്നായി ഒന്ന് വാട്ടണം. ഒന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ രണ്ട് സൈഡിലും ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡാകുമ്പോൾ അത് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ഞാൻ ഇതുപോലെ ശർക്കര ഇട്ട് കൊടുത്തായിരുന്നു. ശർക്കര ഇതുപോലെ നല്ല പൊടി പൊടി പോലെ നമ്മൾ ആക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. ശർക്കര അതിലേക്ക് നന്നായി പിടിച്ച ശേഷം ഇനി നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളൂ, രണ്ട് പഴമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഐറ്റം നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഐസ്ക്രീം. ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇത് വെച്ച ശേഷം അതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.